എല്ലാവർക്കും നമസ്കാരം. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാറില്ല. ആരെയും അങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു തരത്തിലോ അല്ലെങ്കിൽ ആരെയും അവഹേളിക്കാനോ ഞാൻ ഒരു കാരണവശാലും വീഡിയോ ചെയ്യാറില്ല. പക്ഷേ ഇത് നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്, ക്ഷമിക്കുക. പക്ഷേ നിങ്ങൾ കേൾക്കണം. നിങ്ങൾ പൊതുജനങ്ങളാണ്, നിങ്ങളും നികുതി കൊടുക്കുന്നവരാണ്. നിങ്ങളുടെ നികുതി പണമാണ് ഈ സർക്കാർ കേന്ദ്ര സർക്കാരായാലും കേരള സർക്കാരായാലും നിലനിൽപ്പ്. ഇത് പറയാനുള്ള ഒരു കാരണം, ഞാനിപ്പോൾ ഡൽഹിയിലാണുള്ളത്. ഡൽഹിയുടെ തലസ്ഥാന നഗരിയിലെ വളരെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഞാനിപ്പോൾ താമസിക്കുന്നത്. ഞാൻ യാത്ര ചെയ്തു വന്ന് ആഗ്രയിലെത്തിയപ്പോൾ തന്നെ എൻ്റെ 2 BSNL സിമ്മും ലോക്കായി. എന്നാൽ ട്രെയിനിലുള്ളവരൊക്കെ സിം ഉപയോഗിക്കുന്നുണ്ട്, നെറ്റ് ഉപയോഗിക്കുന്നുണ്ട്, അവർക്കൊന്നും ഒരു കുഴപ്പമില്ല. BSNL ഉപയോഗിക്കുന്ന എനിക്ക് മാത്രമേ കുഴപ്പമുള്ളൂ. 2009 മുതൽ ഞാൻ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയത് മുതൽ BSNL ഉപയോഗിക്കുന്നത്. ഇപ്പോഴും BSNL ഉപയോഗിക്കുന്നത്, 2 സിം. അപ്പോൾ ഈ BSNL എന്തുകൊണ്ടാണ് തലസ്ഥാനത്ത് വർക്ക് ചെയ്യാത്തത്? ലോക്കാക്കിയിരിക്കുക, തീർത്തും ലോക്ക്. എന്തിനു വേണ്ടി? ഞാനിപ്പോൾ ഒരു 3 മാസമായിട്ട് ഹൈദരാബാദിലാണ് താമസിക്കുന്നത്. അവിടെയാണെങ്കിൽ നെറ്റ് ചാർജ് ചെയ്ത് എക്സ്ട്രാ നെറ്റ് 98 രൂപയ്ക്ക് 18 ദിവസത്തേക്ക് ഡാറ്റ മാത്രം ചാർജ് ചെയ്ത് നമ്മളിപ്പം ഏതെങ്കിലും ഹോട്ടലിലോ ഏതെങ്കിലും കടയിലോ കയറി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കയറിയ BSNL വർക്ക് ചെയ്യില്ല. അപ്പോൾ അവർ പറയുന്നത് BSNL നോട്ട് വർക്കിംഗ്. ഞാൻ വിചാരിച്ചു അത് റേഞ്ചിൻ്റെ പ്രശ്നം എന്തെങ്കിലും ആയിരിക്കുന്നതെന്ന് ഹൈദരാബാദിൽ നിന്ന് വിചാരിച്ചത്. പക്ഷേ തലസ്ഥാന നഗരിയിൽ നരേന്ദ്രമോദിയുടെ ഭരണസിരാകേന്ദ്രത്തിൻ്റെ നരേന്ദ്രമോദിയുടെ കാലിൻ്റെ ചോട്ടിലാണ് 2 സിമ്മും BSNL വർക്ക് ചെയ്യാതിരിക്കുന്നത്. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ജിയോ സിം വർക്ക് ചെയ്യുന്നുണ്ട്, എയർടെൽ വർക്ക് ചെയ്യുന്നുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ BSNL ആർക്ക് വേണ്ടിയിട്ടാണ്? ഞാൻ BSNL ചാർജ് ചെയ്യുമ്പോൾ 107 രൂപയ്ക്ക് ചാർജ് ചെയ്യുമ്പോൾ അതിനകത്ത് ടാക്സും കൂടി കൊടുത്തിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഈ ടാക്സ് ആർക്കാണ് പോകുന്നത്? എന്തിനാണ് ടാക്സ് നമ്മൾ കൊടുക്കുന്നത്? ഒരു പൗരൻ്റെ അവകാശമല്ലേ അത്? എന്നാൽ പിന്നെ നിങ്ങൾ ലോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ജിയോയ്ക്ക് വേണ്ടിയിട്ടോ എയർടെലിന് വേണ്ടിയിട്ടോ ആയിരിക്കാം ചിലപ്പോൾ ഈ സിം ലോക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. മോദിയുടെ സർക്കാർ വലിയ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പൊക്കി നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിലുമുണ്ട്, ഇവിടെയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും BSNL മുകളിൽ എന്തിനാണ് കളിക്കുന്നത്? എന്തിനാണ്? ഞാൻ 2 ദിവസമായി ഒരു പ്രായമായ മനുഷ്യനാണ്. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് വന്നത്. ഞാനൊരു ഹോട്ടൽ റൂം എടുക്കാൻ വേണ്ടി അവിടുന്ന് ബുക്ക് ചെയ്തു. ഞാനിവിടെ എത്തിയിട്ട് ആ ഹോട്ടൽ റൂമിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് എൻ്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. അവസാനം എൻ്റെ ക്യാബിലുണ്ടായിരുന്ന 2 കർണാടക പോലീസുകാരാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. അവരുപയോഗിക്കുന്ന സിമ്മെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ജിയോ സിമ്മും എയർടെൽ സിമ്മുമാണ് ഉപയോഗിക്കുന്നത്. അവർ രണ്ടും, ഒരു ജിയോ സിമ്മും ഒരു എയർടെല്ലും. അവർ ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് പോലും BSNL വർക്ക് ചെയ്യുന്നില്ല. അത് പോലീസുകാർ. അവർ ഒരു വാറാണ്ട് കേസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത്, ഡൽഹിയിൽ വരുന്നത്. അപ്പോൾ BSNL കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ വാറാണ്ടും കോറാണ്ടും ഊറാണ്ടാവും. അത് അവർക്കറിയാം. പക്ഷെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമ്മൾ BSNL നമ്മുടെ നാടിൻ്റെ സേവനമല്ലേ, BSNL ആയിക്കോട്ടെ, എന്തിനാ പ്രൈവറ്റ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ BSNL എടുത്തു. നാട്ടിലെ വർക്ക് ചെയ്യുന്നില്ല. ട്രെയിനിൽ കയറിയാൽ ട്രെയിൻ എവിടെ എത്തി, ഇനി എവിടെ എത്താനുണ്ടെന്ന് നോക്കിയാൽ തന്നെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നതല്ലാതെ കിട്ടൂല, ഒരു കാരണവശാലും കിട്ടൂല. അന്നേ ഞാൻ വിചാരിച്ചാണ് ഈ BSNL ഒഴിവാക്കിയിട്ട് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് സിം എടുത്താലോ എന്ന്. പക്ഷേ നമ്പർ ഒരുപാട് കയ്യിലായിപ്പോയി. ഇപ്പോൾ പോർട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ പോർട്ട് ചെയ്യാൻ 1-2 സ്ഥലത്ത് ചെന്നപ്പോൾ നമ്മളെ സമയത്തിരക്ക് കൊണ്ടോ നമ്മളെ കുറവ് കൊണ്ടോ അവർ പറയുന്നത് 4 ദിവസം മുമ്പേ, അതായത് റീചാർജ് തീരുന്നതിന് 4 ദിവസം മുമ്പേ വരണം. കാരണം ഈ 4 ദിവസം മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നമ്മളെല്ലാം റിപ്ലൈ ചെയ്യണം. അതാലേ പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഡൽഹിയിലെത്തി, കഷ്ടകാലത്തിന് എത്തിപ്പോയിട്ട് ഞാൻ അവരുടെ
ഒരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു, ഒരു പിന്നെ കർണാടകത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഹിന്ദി സംസാരിക്കുന്ന, അയാൾ ഡൽഹിയിൽ ആദ്യമായിട്ടാണെന്നാണ് പറയുന്നത്. അയാളുടെ മൊബൈലിൽ നിന്ന് എൻ്റെ മൊബൈലിലേക്ക് ഹോട്ട്സ്പോട്ട് മെസ്സേജ് അയച്ചിട്ടാണ് ഞാൻ വാട്സപ്പിൽ തപ്പിയിട്ട് ഞാൻ അവിടുന്ന് ബുക്ക് ചെയ്ത റൂമിലേക്ക് എത്തുന്നത്. അപ്പോൾ അവർ തന്ന ഡയറക്ഷനിൽ ഈ BSNL കൊണ്ട് ഞാൻ എവിടെ കിടക്കും? ഞാൻ എവിടെ കിടക്കേണ്ടത്? നരേന്ദ്രമോദിയോട് അല്ലെങ്കിൽ അതിൻ്റെ സർക്കാരോട് അല്ലെങ്കിൽ ഇതിനെ താങ്ങുന്ന BJPയുടെ ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത്, ഞാൻ എവിടെയാണ് കിടക്കേണ്ടത്? BSNL ഓഫീസിലാണ് കിടക്കേണ്ടത്? അല്ല ജിയോ സിമ്മിൻ്റെ അവിടെയാണ് കിടക്കേണ്ടത്? എന്തിനാണ് ഇങ്ങനെ ആളെ പറ്റിക്കുന്നത്? എന്നാൽ പിന്നെ BSNL അങ്ങ് പൂട്ടിച്ചൂടെ? നിങ്ങളെന്തിനാണ് നമ്മുടെ അടുത്ത് നിന്ന് സിമ്മിൻ്റെ ടാക്സ് വാങ്ങിക്കുന്നത്? നരേന്ദ്രമോദിക്ക് കോടിക്കണക്കിന് രൂപയിൽ ഷർട്ട് ഇടാനും പിന്നെ കൂണ് കഴിക്കാനാണ്. തോന്നിയാസം കളിക്കുന്നതിൻ്റെയൊക്കെ അതിരുണ്ട്. ഒരു സർക്കാരിൻ്റെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണ് കമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് BSNL എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പട്ടാളക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും ഓഫീസുകാരുടെയും രഹസ്യങ്ങൾ BSNL ഏറ്റവും സേഫ് എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ ധരിച്ചിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും ഇല്ലാത്ത എങ്ങനെയാണ് BSNL രഹസ്യം സൂക്ഷിക്കുക? 2 സിം ഉണ്ടായിട്ട് രണ്ടും വർക്ക് ചെയ്തില്ല എന്ന് വെച്ചാൽ എന്താ ചെയ്യുക? ഇതല്ലേ അവസ്ഥ. ഡൽഹിയിൽ, നമ്മുടെ നാട്ടിലേക്ക് വല്ല ടവറില്ലാത്ത സ്ഥലത്താണെങ്കിൽ കുഴപ്പമില്ല. ഇവരുടെ അണ്ണാക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്തിനാ ഇങ്ങനെ ഭരിക്കുന്നത്? എന്തിനാ ഇങ്ങനെ ആളെ പറ്റിക്കുന്നത്? പറ്റിക്കുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഇത് താങ്ങി നടക്കുന്നവർ ഒന്ന് മനസ്സിലാക്കണം. നിങ്ങളൊന്ന് വന്ന് നോക്കണം, BSNL സിം എടുത്തിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്നും മനസ്സിലാകാൻ. നമ്മൾ പ്രായമുള്ള ഇവിടെ നിന്ന് വന്നിട്ട് വീട്ടിലേക്ക് വിളിക്കാമെന്ന് വെച്ചപ്പോൾ, മക്കളെയോ അല്ലെങ്കിൽ ഭാര്യയോ കുടുംബത്തെയോ വിളിക്കാമെന്ന് വെച്ചപ്പോൾ BSNL വർക്ക് ചെയ്യുന്നില്ല. പിന്നെ നമ്മളെന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ഇതെല്ലാം തെമ്മാടിത്തരമാണ്, വെറും തെമ്മാടിത്തരം. ഈ തെമ്മാടിത്തരത്തിൽ നിന്നും കൂട്ടു നിൽക്കാൻ ആരും നിൽക്കരുത്. ഈ തെമ്മാടിത്തരം അവസാനിപ്പിക്കാൻ വേണ്ട. അല്ലെങ്കിൽ BSNL പൂട്ടട്ടെ. ഓക്കെ, ബൈ.